ഖത്തറിനെ ആക്രമിച്ചതിൽ ക്ഷമാപണം നടത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയ്ക്കിടയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് നെതന്യാഹു മാപ്പപേക്ഷിച്ചത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഈ മാസം 9-നാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. യുഎസിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഖത്തറിനു നേർക്കുണ്ടായ ആക്രമണത്തിൽ ട്രംപ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗസ വെടിനിർത്തലിന് യുഎസ് തയ്യാറാക്കിയ പദ്ധതിയിലുള്ള ചർച്ചയ്ക്കാണ് നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തിയത്. ഈ വർഷം ട്രംപ് അധികാരമേറ്റതിനു ശേഷം നെതന്യാഹുവിന്റെ 4ാമത്തെ വൈറ്റ് ഹൗസ് സന്ദർശനമാണിത്. ഗസ യുക്രൈൻ യുദ്ധങ്ങൾ ഉടൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് മുൻപ് നടത്തിയ അവകാശവാദം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ചർച്ച. വെടിനിർത്തൽ കരാറിന് അടുത്തെത്തിയതെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. യുഎസ് മുന്നോട്ട് വച്ച പുതിയ കരാർ പ്രകാരം 48 ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുകയും ഇസ്രയേൽ സേന ഘട്ടം ഘട്ടമായി ഗസ വിടുകയും ചെയ്യും. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാതെ പിന്മാറില്ലെന്നാണ് ഇസ്രയേൽ നിലപാട്. യുഎസ് പദ്ധതിയോട് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും യോജിക്കുന്നുവെങ്കിലും പല വ്യവസ്ഥകളോടും ഇസ്രയേൽ വിയോജിപ്പിലാണ്. ഈ പ്രശ്നം നെതന്യാഹുവുമായുള്ള ചർച്ചയിൽ പരിഹരിക്കുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയത്. അതേസമയം ഗസ സിറ്റിയുടെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ അടുക്കുകയും സൈന്യം അൽഷിഫ ആശുപത്രി വളയുകയും ചെയ്തു. ഈ മേഖലയിൽ രൂക്ഷമായ വെടിവെപ്പ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളിൽ 33 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 66,055 ആയി.